ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസിലൻ PSCയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നടന്ന 10th പ്രിലിംസിൻ്റെ സ്റ്റേജ് 4 കട്ട് ഓഫാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. തൊഴിൽ വാർത്തയിൽ വന്ന കട്ട് ഓഫും നമ്മുടെ മലയാള മനോരമയിൽ മൻസൂർ അലി സാറിൻ്റെ കട്ട് ഓഫുമാണ് പറയുന്നത്. അപ്പം നമുക്ക് ആദ്യം തൊഴിൽ വാർത്തയിലെ കട്ട് ഓഫിലേക്ക് പോകാം. 10ാം ക്ലാസ് യോഗ്യതയായ തസ്തികയിലെ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഫെബ്രുവരി 8 നടന്ന കോമൺ പ്രിലിമിനറി പരീക്ഷയുടെ ചോദ്യങ്ങൾ മുൻ പരീക്ഷകളിൽ നിന്നും വ്യത്യസ്തമായി ഉയർന്ന നിലവാരം പുലർത്തി. പൊതുവിജ്ഞാന ഭാഗത്തെ 30ലേറെ ചോദ്യങ്ങൾ മികച്ച നിലവാരമുള്ളവയായിരുന്നു. വിവരങ്ങൾ 10ാം തരത്തിൻ്റെ സിലബസിലുള്ളവയായിരുന്നുവെങ്കിലും ചോദ്യങ്ങളുടെ സ്വഭാവം ബിരുദതല പരീക്ഷയുടേതായിരുന്നു. ഭരണഘടന, സിവിക്സ്, എക്കണോമിക്സ് ഭാഗങ്ങളിലെ ചോദ്യങ്ങൾക്ക് പുതുമയും മികച്ച നിലവാരവും ഉണ്ടായിരുന്നു. ചരിത്രം, ജനറൽ സയൻസ്, ഭൂമിശാസ്ത്രം ഭാഗങ്ങളിലെ ചോദ്യങ്ങളിലേറെയും ശരാശരി നിലവാരത്തിലേതായിരുന്നു. ചോദ്യങ്ങളുടെ പൊതു സ്വഭാവം കണക്കിലെടുക്കുമ്പോൾ ഈ പരീക്ഷയ്ക്ക് 60 മുതൽ 65 വരെയുള്ള കട്ട് ഓഫ് മാർക്ക് പ്രതീക്ഷിക്കാം. മാതൃകയാകുന്ന ചോദ്യശൈലി. 10ാം തരം കോമൺ പ്രിലിമിനറി പരീക്ഷകളിലെ 3ാമത്തെ പരീക്ഷയാണ് ഫെബ്രുവരി 8 നടന്നത്. 4ാമത്തെ പരീക്ഷയാണ് ഫെബ്രുവരി 8 നടന്നത്. മുൻപ് നടന്ന 3 പരീക്ഷകളെക്കാളും ഉയർന്ന നിലവാരമാണ് ഈ പരീക്ഷയിലെ ചോദ്യങ്ങളുടേത്. ചോദ്യരീതിയിലെ പ്രകടമായ മാറ്റം ഈ പരീക്ഷയിൽ വ്യക്തമാകുന്നുണ്ട്. ഒരു പക്ഷേ ഇനിയുള്ള പരീക്ഷകളിൽ അനുവർത്തിക്കാൻ സാധ്യതയുള്ള ചോദ്യ മാതൃകയാണിത്. പാഠപുസ്തകങ്ങളിൽ നിന്നും ചോദ്യങ്ങളെങ്കിലും അവയെ പുതുമയുള്ള രീതിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഉദാഹരണത്തിന്, വിവരാവകാശ കമ്മീഷന്റെ ഘടനയെപ്പറ്റിയുള്ള ചോദ്യം കമ്മീഷന്റെ ഓർഗനൈസേഷണൽ ചാർട്ട് പരിശോധിച്ചവർക്ക് ഈ ചോദ്യത്തിന് ശരിയായ ഉത്തരം എഴുതാൻ കഴിയും. ഭരണഘടന, രാഷ്ട്രീയം ഭാഗത്ത് ഉദ്യോഗാർത്ഥികൾക്ക് പരിചിതമല്ലാത്ത മേഖലകളിലേക്ക് ചോദ്യങ്ങൾ വഴിമാറിയിട്ടുമുണ്ട്. ഭരണഘടനയിലെ എല്ലാ വകുപ്പുകളും അറിഞ്ഞിരിക്കേണ്ട അവസ്ഥയിലേക്കാണ് പരീക്ഷയുടെ സ്വഭാവം വഴിമാറുന്നത്. സമാന സ്വഭാവമുള്ള വിഷയത്തെ താരതമ്യം ചെയ്യുന്ന ചോദ്യത്തിൽ ഉദാഹരണമായിരുന്നു ഒരേ വർഷം ജനിച്ച നവോത്ഥാന നായകർ ആരെല്ലാം എന്ന ചോദ്യം. ചോദ്യങ്ങളിൽ പിശക്. പൊതുവിജ്ഞാനം ഭാഗത്ത് 2 ചോദ്യങ്ങൾ പിശക് കടന്നുകൂടി. 1950 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ പുതിയ രൂപമേത് എന്ന ചോദ്യത്തിലായിരുന്നു പ്രശ്നം. 2015 തെറ്റായാണ് ചോദ്യത്തിൽ വർഷം നൽകിയത്. വാഗൺ ട്രേജഡി നടന്ന വർഷം ഏതെന്ന ചോദ്യത്തിന് ശരിയായ ഉത്തരസൂചിക ചോദ്യപേപ്പറിൽ ഉണ്ടായിരുന്നില്ല. 1921 എന്ന വർഷമാണ് ഉത്തരസൂചികയിൽ ഇല്ലായിരുന്നു. പ്രിലിമിനറി പരീക്ഷ 4ാം ഘട്ടം ചോദ്യങ്ങൾ കടുപ്പം. 10ാം ക്ലാസ് യോഗ്യതയുള്ള തസ്തികയിലേക്ക് PSC നടത്തുന്ന പ്രിലിമിനറി പരീക്ഷയുടെ 4ാം ഘട്ടം പൂർത്തിയായി. 3 ഘട്ടങ്ങൾ ഈ പരീക്ഷയെ അപേക്ഷിച്ച് എളുപ്പമായിരുന്നു. ഇതിൽ തന്നെ 3ാം ഘട്ടക്കാർക്ക് പരീക്ഷ കൂടുതൽ എളുപ്പമായിരുന്നു. ഇത്തരം ഒരു സാഹചര്യത്തിൽ PSC വിവിധ ഘട്ടക്കാർക്കായി നോർമലൈസേഷൻ നടത്തുക ഏത് വിധത്തിലാണെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. 4ാം ഘട്ട പരീക്ഷയിൽ ഉന്നത നിലവാരം പുലർത്തുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. ഭരണഘടനാ ഭാഗത്തു നിന്ന് ഇതുവരെ ചോദിക്കാത്ത തരത്തിലുള്ള ചോദ്യങ്ങളും വന്നു. രാജ്യാന്തര തർക്കങ്ങൾ ഒത്തുതീർപ്പാക്കുന്നതിനും രാജ്യം മധ്യസ്ഥത വഹിക്കേണ്ടതാണെന്ന് പരാമർശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം, രാജ്യസഭയുടെ അധ്യക്ഷൻ, ഉപാധ്യക്ഷൻ, ലോക്സഭാ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ എന്നിവർക്കുള്ള ശമ്പള ബത്ത എന്നിവയെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ തുടങ്ങി ഭരണഘടന സംബന്ധിച്ച ചോദ്യങ്ങൾ മുൻപൊരിക്കലും ചോദിച്ചു കണ്ടിട്ടില്ല. സാധാരണ നിലവാരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയാൽ 60 മാർക്ക് വരെ നേടാൻ ഉദ്യോഗാർത്ഥികൾക്ക് കഴിയും. പക്ഷേ എളുപ്പമുള്ള മറ്റ് ഘട്ടങ്ങളിൽ പരീക്ഷ എഴുതിയവരുടെ കൂടെ എത്താൻ അത് പോരാതെ വരും. എങ്ങനെയൊക്കെ നോർമലൈസേഷൻ നടത്തിയാലും 3ാം ഘട്ടത്തിൽ പരീക്ഷ എഴുതിയ കൂടുതൽ പേർ മെയിൻ പരീക്ഷയ്ക്ക് യോഗ്യത നേടാൻ സാധ്യതയുമുണ്ട്. ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.